ദൈവത്തിലേക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒത്തിരി സന്തോഷത്തോടെ നമുക്ക് കൃപാഭിഷേകത്തിൻ്റെ ഈ വലിയ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളിലേക്ക് ആ കൃപ ഒഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ദിസ് എ വേർഡ് ഓഫ് ഗ്രേസ് ആണ്, കൃപയുടെ വചനങ്ങളാണ്. അപ്പോൾ ആ വചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. ലൂക്ക 2:19, 2:51 വചനം എപ്പോഴും അച്ഛൻ പറയാറുള്ള പോലെ മറിയമാകട്ടെ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. അതുതന്നെയാണ് നമുക്കറിയാം യേശയ്യാ 66:2 പറയുന്ന, ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. അപ്പോൾ നമുക്ക് വചനത്തോട് വചനം വിശ്വസിക്കുക, ഹൃദയം സൂക്ഷിക്കുക, വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ സമാധാനം ലഭിക്കും, വലിയ സൗഖ്യം ലഭിക്കും, വിടുതൽ ലഭിക്കും, നമുക്ക് വലിയ അനുഗ്രഹം ലഭിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41 അധ്യായം 8, 9, 10 വചനം. എൻ്റെ ദാസനായ ഇസ്രായേലെ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രാഹത്തിൻ്റെ സന്തതി, നീ എൻ്റെ ദാസനാണ്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, വിദൂര ദിക്കുകളും ഞാൻ നിന്നെ വിളിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലത് കൈ കൊണ്ട് നിന്നെ ഞാൻ താങ്ങി നിർത്തും. ബൈബിളിൽ എപ്പോഴും കർത്താവ് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പലപ്പോഴും ഈ ഭൂമിയിലൂടെ നടന്നു പോകുന്ന നമ്മൾ, ജീവിച്ചു പോകുന്ന നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഭയമാണ്. അതായത് കർത്താവിൻ്റെ വഴിയിലൂടെ പോകുമ്പോൾ, നേരായ വഴിയിൽ പോകുമ്പോൾ കർത്താവ് നമ്മെ സഹായിക്കൂ, പ്രമാണങ്ങൾക്ക് അനുസരിച്ചാൽ സഹായിക്കൂ, പ്രാർത്ഥന കൊണ്ട് ഫലമുണ്ടോ എന്നൊക്കെ ചിലപ്പോഴൊക്കെ ചിന്തിക്കൂ. വചനാധിഷ്ഠിതം തിരിച്ച് ബൈബിൾ എപ്പോഴും പറഞ്ഞു, ഈശോ ദൈവത്തിൻ്റെ വചനം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടരുത്, നമ്മളൊന്നിനെയും പേടിക്കരുത്. നമ്മൾ ഒന്നിനെയും, മരണത്തെയോ ജീവിതത്തെയോ ഒന്നിനെയും പേടിക്കരുത്. ഭയം കയറി പിടിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതത്തിലെ പാപമൊക്കെ പെരുകുന്നതിൻ്റെ പിന്നിലൊരു കാരണം, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ദേഷ്യപ്പെടുന്ന കാരണം, അല്ലെങ്കിൽ നിരാശയിലോട്ട് പോകുന്നതിൻ്റെ കാരണം അവനൊരു ഭയമാണ്. ജീവിതം തകർന്നു പോകുമോ, നാളെക്കുറിച്ചുള്ള അമിതമായ ഭയം കയറി പിടിക്കുകയാണ്. അവനെല്ലാത്തിനും പേടിയാണ്. ചുറ്റും ആദ്യം മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ മുതൽ അവൻ്റെ ഉള്ളിലേക്ക് കയറിപ്പറ്റി ആദ്യത്തെ പൈശാചിക ശക്തി, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു രോഗമെന്ന് പറയാം, അത് ഭയമാണ്. നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 12 വരെയുള്ള വചനം വായിക്കുമ്പോൾ ദൈവമായ കർത്താവ് ആദ്യം നീ എവിടെയാണ്? അവൻ പറഞ്ഞു, ഞാൻ അങ്ങയുടെ ശബ്ദം കേട്ട് ഭയന്ന് ഒളിച്ചതാണ്. ഈ ഭയം വരികയാണ്. ജീവിതത്തിൽ എല്ലാത്തിനെയും പേടിയാണ്. ചുറ്റുമുള്ള ഭയം എന്നെ ബാധിക്കുന്നുണ്ട്. ഈ ഭയം കാരണം അവന് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ അവന് വിശ്വസിക്കാനോ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഒന്നിലും ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതാണ് സഭാപ്രസംഗൻ്റെ പുസ്തകം 12:1, ഒന്നിലും സന്തോഷം കാണുന്നില്ല. കാരണം അവന് ഭയമാണ് അവൻ നിൽക്കുന്നത്. ഭയം നിൽക്കുമ്പോൾ അവന് മുന്നോട്ട് പോകാൻ ബൈബിള് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. അപ്പോൾ ആ ഒരു വിശ്വാസം, ദൈവം എൻ്റെ കയ്യെ പിടിച്ചിട്ടുണ്ട്, എൻ്റെ കർത്താവ് എന്നെ മുറുകെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏത് സാഹചര്യം വരട്ടെ, ആരെല്ലാം എന്നെ ഉപേക്ഷിക്കട്ടെ, എൻ്റെ കർത്താവ് കർത്താവ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം. അതാണ് നമ്മൾ വിശ്വാസത്തിൽ വളരുമ്പോൾ നമുക്ക് ഈ ഭയം മാറിയിട്ട് ദൈവകരങ്ങളിൽ മുറുകെ പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത് വീണ്ടും നമുക്ക് കാണാൻ പറ്റും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 31 വരെയുള്ള 28 മുതൽ 31 വരെയുള്ള വചനത്തിൽ പറയുന്നുണ്ട്, കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെ സ്രഷ്ടാവുമാണ്. അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല. അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ്. തളർന്നവൻ അവിടുന്ന് ബലം പകരുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയോ നടന്നാൽ തളരുകയുമില്ല, തളർന്നു പോവുകയില്ലെന്നാണ് പറയുന്നത്. ദൈവം അവരെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു. കർത്താവിൻ്റെ കര അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ ഏതെല്ലാം സാഹചര്യങ്ങൾ, പ്രശ്നങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ എന്ത് വന്നാലും അപ്പം അതിൻ്റെ നടുവിലും ദൈവം അവരെ പരിപാലിക്കും. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭയപ്പെടേണ്ട കാര്യമില്ല, ഭയമേ വേണ്ട. ആ ദൈവം അവനെ കൈപിടിച്ച് നടത്തുന്ന അനുഭവം ഉണ്ടാവും. വീണ്ടും കാണാൻ പറ്റും യെശയ്യാ 43:1 മുതൽ വചനം, ഇസ്രായേൽ ജനത്തിന് ഭയം വരുന്നു, ദൈവജനത്തിന് ഭയം വരുന്നു. തകർച്ചകൾ വരുമ്പോൾ, അടിമത്തം വരുമ്പോൾ, പ്രവാസം വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, പീഡനങ്ങൾ വരുമ്പോൾ, ശത്രുക്കളുടെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ, യുദ്ധങ്ങൾ വരുമ്പോൾ ഭയം വരികയാണ്. കാരണം എല്ലാം തീരാൻ പോവാണ്. അവരുടെ ബുദ്ധിയിലെല്ലാം തീരാൻ പോവുക. അത് നമ്മുടെ ബുദ്ധി എപ്പോഴും പറയുന്നത്, പലപ്പോഴും നമ്മൾ വിജയിക്കില്ല, അല്ല വിജയിക്കും എന്ന് പറയുമ്പോൾ സംശയങ്ങൾ നമ്മൾ മനസ്സിൽ കയറ്റിക്കൊണ്ട് വരിക. പക്ഷെ നമ്മൾ വിചാരിക്കണം, നമ്മുടെ കഴിവുകൊണ്ടല്ല നമ്മൾ ഇവിടം വരെ എത്തിയത്, ദൈവമാണ് ഇവിടം വരെ നമ്മളെ എത്തിച്ചു. ഇന്ന് വരെ എന്നെ കൊണ്ടും ദൈവം, നാളെയും ദൈവം എന്നെ നടത്തുമെന്നുള്ളൊരു സംശയമില്ലാത്തൊരു ഫെയ്ത്ത് നമുക്ക് വേണം.
എന്ത് പ്രശ്നം വന്നാലും ആ ദൈവം എന്നെ ഉപേക്ഷിക്കില്ല. ആ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അങ്ങനെ ഉപേക്ഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തതല്ല, നേരെ മറിച്ച് സംരക്ഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തതാണ്. നമ്മുടെ കുറവുകൾ അറിഞ്ഞൊരു ദൈവമാണ്. ആ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. അത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം, വിശ്വസിക്കണം. യെശയ്യാ 43:1-7 വരെയുള്ള വചനം: യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലിനെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടണം, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഭയപ്പെടണ്ടെന്ന് പറഞ്ഞു. ഇത് എപ്പോഴും ഭയമാണ് നമ്മൾ ബാധിക്കുന്നത്. പാപത്തിൻ്റെ വഴിയിലൊക്കെ പോകുന്നത് എല്ലാം പേടിയാണ്. കുടുംബ പ്രശ്നങ്ങൾ, ചെറിയൊരു പ്രശ്നം വരുമ്പോഴേ അത് വലിയ പ്രശ്നമായിട്ട് കാണുക. ഞാൻ പറയുമ്പോൾ ചിലർക്ക് ഈ മഴയെ പെരുമഴയായിട്ട് കാണും, ചെറിയൊരു തീയെ കാട്ടുതീയായിട്ട് കാണുകയാണ്. ചെറിയ അപകടത്തെ വലിയൊരു ആക്സിഡൻ്റായിട്ട് കാണുകയാണ്. അപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം വരുമ്പോൾ അത് നമ്മുടെ ഭയമാണ് അതിനെ വലുതാക്കുന്നത്. ഭയം അതിനെ വലുതാക്കുന്നു. നേരെ മറിച്ച് ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുന്ന വ്യക്തിക്ക് അത് വലുതാക്കില്ല, അവൻ ചെറുതാക്കിയേ കാണുള്ളൂ. അവൻ പറയും എൻ്റെ ദൈവം വലുതാണ്. ആ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇതൊന്നും ദൈവത്തിന് വലിയ പ്രശ്നമൊന്നുമല്ല, ഇത് കർത്താവിന് പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ കുടുംബ പ്രശ്നം ദൈവം ഇടപെടാമെന്നോ, ഈ രോഗം പോലും ഒരു മരണം വരുമ്പോൾ വലിയൊരു ദുരന്തം സംഭവിച്ചു ചിലരങ്ങ് നിരാശയോട്ട് പോവുകയാണ്. അത് ചെറിയ സംഭവത്തിൽ വലിയ സംഭവമായിട്ട് കാണുകയാണ്. എല്ലാം തീർന്നു പറയുകയാണ്. ഒരു ദിവസം ഫോണിനാളെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആളെ വിളിച്ച് ഫോൺ എടുത്തില്ല, അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ വിളിച്ച് വേണത്തില്ല, എന്തൊരു പ്രശ്നം. അപ്പോൾ അതങ്ങ് ഭയത്തിലോട്ട് കയറുകയാണ്. അപ്പം ഭയം എപ്പോഴും ഒരു സംഭവത്തെ എക്സാജറേഷൻ നടത്തും, വലുതാക്കി കാണും. ജീവിതം മുഴുവൻ തീർന്നു, എനിക്ക് പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ല, എനിക്ക് ഭാവിയൊന്നുമില്ല. അതാണ് ഇപ്പം ഈ പൈശാച ശക്തി ഉള്ളിലോട്ട് കൊടുക്കുന്നത്. ഭയത്തിലൂടെ വരുന്നൊരു നെഗറ്റീവാണ്. അപ്പോൾ ഇത് കയറി പിടിക്കുമ്പോൾ നമുക്ക് എല്ലാം പ്രശ്നമാണ്, മുഴുവൻ പ്രോബ്ലമാണ്. പിന്നെ ആ സമയം നമ്മുടെ ജീവിതത്തിന് ബെല്ലും ഇല്ല, ബ്രേക്കും ഇല്ലെന്ന് പറഞ്ഞ പോലെ കൺട്രോൾ പോയിട്ട് അങ്ങ് പോകുന്ന കാണാൻ പറ്റും. കാരണം ദൈവം പറയും, യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും നിന്നെ രൂപപ്പെടുത്തുന്ന കർത്താവ് വലിച്ചു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാനാണ് നിൻ്റെ ദൈവം. നിന്നെ നിയന്ത്രിക്കുന്നവൻ, നിന്നെ സംരക്ഷിക്കുന്നവൻ, നിന്നെ സൃഷ്ടിച്ചവൻ, വളർത്തുന്നവൻ, പരിപാലിക്കുന്നവൻ ഞാനാണ്. അപ്പോൾ നീ പേടിക്കൊന്നും വേണ്ട. ഈ ഒരു പ്രവാസ കാലഘട്ടത്തിലും നീ പേടിക്കേണ്ട. കാരണം ദൈവം നിനക്ക് അനുവദിച്ച സഹനമാണെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ ദൈവത്തിന് അറിയാം. ദൈവം നിന്നെ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി വിട്ടതാണെങ്കിൽ ശുദ്ധീകരണത്തിന് വിട്ടത് അല്ല, നശിപ്പിക്കാൻ വേണ്ടി ഇല്ലാതാക്കാൻ വിട്ടതല്ല, നേരെ മറിച്ച് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് വിട്ടത്. അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ദൈവം അനുവദിച്ചത്. അപ്പോൾ അതുകൊണ്ട് ചില സഹനങ്ങൾ വരുമ്പോൾ ഉടനെ എല്ലാം തീർന്നു, എൻ്റെ പ്രതീക്ഷയൊന്നുമില്ല. ഇപ്പോൾ സഭയ്ക്കൊരു പ്രശ്നം വന്നു, എല്ലാം വലിയ സംഭവമായിട്ട് കാണുക. അതിന് കാരണം ഭയമാണ്. ഭയം എല്ലാത്തിനെയും എക്സാജറേറ്റ് ചെയ്യുക, അത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ആ ചിന്തകളെയും കാഴ്ചപ്പാടുകളെല്ലാം മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഇവിടെ ഈ ഭയപ്പെടുന്നതിൻ്റെ കാരണം എനിക്ക് ദൈവാശ്രയത്വം കുറവാണ്. ദൈവം എൻ്റെ കൂടെ ദൈവമുണ്ട്, എൻ്റെ കൂടെ ദൈവമുണ്ട്, ഭയപ്പെടാൻ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞാൽ ആ ദൈവവചനം വിശ്വസിക്കണം. മത്തായി 28:20 പറഞ്ഞ പോലെ ലോകാവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ആ കൂടെയുള്ള ദൈവത്തിനെ അറിയാതിരിക്കരുത്. ആ ദൈവം കൂടെയുണ്ടെന്ന് പറഞ്ഞ വാക്ക് വിശ്വസിക്കണം. നിൻ്റെ രാത്രിയും പകലും ഒക്കെ ദൈവം നിൻ്റെ കൂടെയുണ്ട്. സങ്കീർത്തനം 139:1-9 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അവിടെ കർത്താവിൻ്റെ കരം എപ്പോഴും കൂടെയുണ്ട്. വചനം നമുക്ക് വായിക്കാൻ നല്ലതാണ്. സങ്കീർത്തനം 139 1-9 വരെയുള്ള വചനം: കർത്താവെ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കും, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നു അവിടുന്ന് അറിയുന്നു, എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്നും മനസ്സിലാക്കുന്നു, എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു, എൻ്റെ മാർഗ്ഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവെ അവിടുന്ന് അതറിയുന്നു, മുമ്പിലും പിമ്പിലും അവിടുന്ന് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്, ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു, എനിക്ക് അപ്രാപ്യമാം വിധം അത് ഉന്നതമാണ്. അങ്ങേ ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും? ആകാശത്ത് കയറിയാൽ അങ്ങ് അവിടെയുമുണ്ട്, ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുമുണ്ട്, ഞാൻ പ്രഭാതത്തിൻ്റെ ചെറുക ധരിച്ച് സമുദ്രത്തിൻ്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും. 10-ാമത്തെ വചനം പറയും, അങ്ങയുടെ വലതുകൈ എന്നെ പിടിച്ചു നടത്തും. ആ ദൈവം കൂടെയുണ്ട്. അതാണ് ദൈവജനത്തിൻ്റെ പ്രത്യേകം. ആ ദൈവത്തിൻ്റെ ആത്മാവ് കൂടെയുണ്ട് നമ്മളോട്. അപ്പോൾ അത് മനസ്സിലാക്കണം. അതായത് 2 കൊരിന്ത്യർ 13:5-6-7 വചനമുണ്ട്. യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലേ? അപ്പോൾ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ കുറവുകളൊക്കെ ദൈവത്തിന് അറിയാം, നമ്മുടെ ബലഹീനതകൾ, വീഴ്ചകളൊക്കെ അറിയാം. ഇവിടെയൊക്കെ പാപം പെരുകുന്നതിന് കാരണം മനുഷ്യനെ ചില സമയത്ത് സഹനങ്ങളും പ്രശ്നങ്ങളും പ്രവാസങ്ങളും ദുരിതങ്ങളുമ്പോൾ അവൻ വിചാരിക്കുന്നത് ദൈവനെ ഉപേക്ഷിച്ചു എന്നുള്ള ചിന്തയാണ്. ദൈവനെ ഒരിക്കലും ദൈവം ഉപേക്ഷിച്ചിട്ടില്ല. അവൻ ദൈവം തൻ്റെ മാറോട് ചേർത്ത് പിടിക്കുന്നു. അതാണ് യെശയ്യാ പുസ്തകം 43-ാം അധ്യായത്തിൽ 3 മുതൽ വചനം പറയുന്നുണ്ട്. 2 മുതൽ വചനം പറയുകയാണ്: സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല, അഗ്നിയിലൂടെ നടന്നാൽ നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഞാൻ നിൻ്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ്. നിൻ്റെ മോചന ദ്രവ്യമായി ഈജിപ്തും നിനക്ക് പകരമായി എത്യോപ്യയും സേബയും ഞാൻ കൊടുത്തു. നീ എനിക്ക് വിലപ്പെട്ടവനും
ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതാണ് യെശയ്യാ 43:5. ഭയപ്പെടേണ്ട. ഈ ഭയം എന്നുള്ളത് നമ്മളെപ്പോഴും ബാധിക്കുന്ന തലമാണ്. അതാണ് പൈശാചിക ശക്തി നമ്മുടെ ഉള്ളിൽ ഭയം ജനിപ്പിക്കുന്നു. അതായത് അല്പം ഒരു കാര്യം നടന്നില്ലെങ്കിൽ എല്ലാം കഴിഞ്ഞു, തകർന്നു, ഇനിയൊരു പ്രതീക്ഷയില്ല. എല്ലായ്പ്പോഴും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെ നടുവിലും നമ്മൾ ദൈവകരം കാണണം. ആ തകർച്ചകളാണെങ്കിലും ദുരിതമാണെങ്കിലും ബന്ധനമാണെങ്കിലും അപ്പോൾ അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരമാണ്. ദൈവം അറിയാതെ സംഭവിക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാകണം. റോമാലേഖനം 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയായി മാറ്റും. അപ്പോൾ അത് വിശ്വസിക്കണം. ഏത് സഹനം വന്നാലും, അത് വീണ്ടും അപ്പോസ്തലപ്രവർത്തനം 16:25-26 വചനമുണ്ടല്ലോ. അതായത് അർദ്ധരാത്രിയോടടുത്ത് പൗലോസും ശീലാസും തടവറയിൽ അവർ സ്തുതിച്ചുകൊണ്ടിരിക്കുക. തടവറയിൽ കിടക്കുന്നു. അവർ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകുന്നു. ഭൂമി കുലുങ്ങുന്നു. അവരായിരിക്കുന്ന തടവറയുടെ അടിത്തറ കുലുങ്ങുന്നു. അവർ ചങ്ങലകളിൽ അഴിഞ്ഞു വീഴുന്നു. എല്ലാം വാതിൽ തുറക്കപ്പെടുന്നു. ശരിക്കും ദൈവം ഒരു വലിയൊരു അടയാളം കൊടുക്കാൻ വേണ്ടിയാണ്. അവർ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന് ഡെലിവറൻസിൻ്റെ ഗിഫ്റ്റ് ഉണ്ട്. ആ ദൈവത്തിന് എല്ലാ ബന്ധനം അഴിക്കാൻ പറ്റും. അവർ കൂടെയുള്ള ദൈവം ആ ബന്ധനം അഴിക്കുക. അവർ കാണുന്നില്ല ദൈവത്തെ, പക്ഷേ ആ ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. ആ ദൈവം അതുകൊണ്ട് നമ്മുടെയൊക്കെ കാണത്തില്ലായിരിക്കും, പക്ഷേ നമ്മുടെ ചുറ്റും ദൈവം ഓരോ ദിവസവും നമ്മുടെ ചുറ്റുമുള്ള ബന്ധനങ്ങൾ കർത്താവ് പൊട്ടിക്കുന്നുണ്ട്. അത് വിശ്വസിക്കണം. അപ്പോൾ അത് വിശ്വസിച്ചില്ല നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ സമയത്ത് നമ്മുടെ ഹൃദയത്തെ നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവ് നമ്മെ കൈവിട്ടിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ള നല്ലൊരു ബോധ്യം നമ്മുടെ കയ്യിൽ സൂക്ഷിക്കണം. അപ്പോൾ അതാണ് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതാണ് വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 54:10 പറയും, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എനിക്ക് നിന്നോടുള്ള സ്നേഹം അചഞ്ചലമാണ്. ദൈവത്തിൻ്റെ സ്നേഹം അചഞ്ചലമാണ്. മലകളൊന്നു പോകും, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ സ്നേഹം അചഞ്ചലമാണ്. അപ്പോൾ ദൈവത്തിന് നിന്നോട് സ്നേഹമുണ്ട്. ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ പ്രത്യാശ ചേർക്കണം. അപ്പോൾ ഈ യാത്രയിൽ ദൈവം നമ്മുടെ കൂടെയുണ്ട്. എന്ത് അപകടങ്ങളും പ്രശ്നങ്ങളും വന്നാലും അവിടെ ദൈവം അവിടെ നമുക്കൊരു വാതിൽ തുറന്നു തരും, നമ്മൾ രക്ഷപ്പെടുത്തും എന്നുള്ള ഉറച്ച വിശ്വാസം വേണം. അപ്പോൾ അത് ഒരിക്കലും നമ്മുടെ നാവിൽ നിന്നും ഹൃദയത്തിൽ നിന്നും പോകാൻ ഒരിക്കലും നമ്മൾ സമ്മതിക്കരുത്. അതുകൊണ്ടാണ് വചനത്തിൽ സങ്കീർത്തനത്തിൻ്റെ 69-ാം അധ്യായത്തിന് 9 പറയും, അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുകിക്കളഞ്ഞു. അപ്പം അതായത് ആ ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ എനിക്ക് ആ തീക്ഷ്ണതയുണ്ട്. ദൈവത്തിൻ്റെ ആലയം, ദൈവത്തിൻ്റെ സാന്നിധ്യം, അത് ഞാൻ ഉള്ളിൽ ധ്യാനിക്കണം. അത് ദൈവൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് എന്തെല്ലാം ശത്രുക്കൾ എനിക്കെതിരെ വന്നാലും ആരെല്ലാം വന്നാലും ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ പറ്റണം. അതാണ് ഫെയ്ത്ത്. അതാണ് വീണ്ടും സങ്കീർത്തനം 27:1-6 വരെയുള്ള വചനം. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ പേടിക്കണം? കർത്താവിൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? എതിരാളികളും ശത്രുക്കളുമായ ദുർവൃത്തർ ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എൻ്റെ ശിരസ് ഉയർന്നു നിൽക്കും. ആഹ്ലാദാരവത്തോടെ അവിടുത്തെ കൂടാരത്തിൽ ഞാൻ ബലികൾ അർപ്പിക്കും. അപ്പോൾ ഞാൻ ആരെ പേടിക്കണം? പറയാണ്, ഞാൻ കർത്താവിൻ്റെ കൂടെയുണ്ട്, ഞാൻ ആരെയും പേടിക്കില്ല. ഈ ആരെല്ലാം എന്നെ പേടിപ്പിക്കാം? മനുഷ്യനല്ല പേടിപ്പിക്കുക. നമുക്ക് ചുറ്റുമുള്ള ആൾ പേടിപ്പിക്കുക. ദൈവസാന്നിധ്യം ഇല്ലാത്തവനാണ് ചുറ്റുമുള്ളതെല്ലാം പേടിയായിട്ട് വരുന്നത്. മക്കൾ വിശ്വസിക്കണം, ദൈവം നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് നമ്മുടെ കാര്യങ്ങളെ മുറുകെ പിടിച്ചിട്ടുണ്ടെന്ന് സംശയം കൂടാതെ വിശ്വസിച്ച് അത് ഏറ്റുപറയാൻ നമുക്ക് സാധിക്കും. എല്ലാ സാഹചര്യങ്ങളും, എന്തെല്ലാം പ്രശ്നങ്ങളോ ഒറ്റപ്പെടലുകളോ മുറിവുകളോ രോഗങ്ങളോ ബന്ധനങ്ങളോ എന്തും വരട്ടെ, അതിൻ്റെ എല്ലാം നടുവിൽ എൻ്റെ ദൈവം എന്നെ മുറുകെ പിടിച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. അതാണ് ദാവീദിനൊക്കെ ഉണ്ടായിരുന്നു. ദാവീദിൻ്റെ പ്രവാചകൻ, ദാവീദ് രാജാവാണത്, പ്രവാചകൻ കൂടിയാണ്. ആ കൃപയുടെ മനുഷ്യൻ അത് വിശ്വസിക്കുന്നുണ്ട്. അതാണല്ലോ സങ്കീർത്തനം 23 നമ്മൾ കാണാപ്പാടം പഠിച്ച ആയിരക്കണക്കിന് പ്രാവശ്യം നമ്മൾ ധ്യാനിച്ചിട്ടുള്ള പ്രാർത്ഥിക്കുന്ന പാട്ട് പാടുന്നൊരു സംഭവമാണ്. നമുക്കറിയാം സങ്കീർത്തനം 23, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകില്ല. അവിടെ കർത്താവിൻ്റെ ഇടയനാണ്. അപ്പോൾ എന്നെ നയിക്കുന്ന ദൈവമാണ്. അപ്പോൾ ആ ദൈവം എൻ്റെ കൂടെയുള്ള എനിക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. പച്ചയായ പുൽത്തകടിയിൽ അവിടെ തന്നെ എനിക്ക് വിശ്രമമാരുള്ളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു.
തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾക്കെല്ലാം പ്രശ്നം ഭയമാണ്. പറഞ്ഞല്ലോ, മഴയെ പെരുമഴയാക്കി മാറ്റുകയാണ്, തീയെ കാട്ടുതീയായിട്ട് മാറ്റുക, ഒരു ചെറിയ വേദനയെ ഒരു മരണത്തോട് അടുക്കുന്ന കാണിക്കുക, ചെറിയ രോഗം വരുമ്പോൾ മരിക്കുമ്പോൾ ഭയം ഇത് എക്സാജറേഷൻ നടത്തുകയാണ്. മനുഷ്യൻ്റെ ഭയം അവൻ്റെ ബുദ്ധിയിലൊക്കെ ഭയം കയറി പിടിക്കുന്നുണ്ട്, അവൻ്റെ ചിന്തകളിൽ ഭയം കയറി പിടിക്കുന്നുണ്ട്, അവൻ്റെ കാൽവെപ്പുകളിൽ ഭയം കയറി പിടിക്കുന്നുണ്ട്, അവൻ്റെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് ഈ ഭയമാണ്. മറ്റുള്ളവർ ചെറുതായി പോകുമോ എന്നുള്ള ഭയമാണ്. ഈ ഭയം കാരണം മറ്റുള്ള അത് ഭയമാണ്. അങ്ങനെ അവൻ ചെറുതല്ല, പക്ഷെ അവൻ്റെ മനസ്സിലെ ചിന്ത അവന് ഇൻഫീരിയറാണ്, അവൻ തകർന്നു പോകും, അവഗണിക്കപ്പെടും, പുറത്താക്കപ്പെടും, ഒറ്റപ്പെട്ടു പോകും എന്നുള്ള ഭയമാണ് അവനെ നയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവന് റിയാക്ട് ചെയ്യാണ്, ഓവറായിട്ട് വർക്കൊക്കെ ചെയ്യാണ്, വിഷമിക്കും. ഈ ഭയം പോകണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മളിലേക്ക് പരിശുദ്ധാത്മ വരണം. പരിശുദ്ധാത്മ വരുമ്പോഴാണ് പരിശുദ്ധാത്മയുടെ ഗുണം എന്താണ്? പരിശുദ്ധാത്മ എപ്പോഴും നമുക്കൊരു ബോധ്യം തരും, കർത്താവ് നിൻ്റെ കൂടെയുണ്ട്, ദൈവം നിനക്ക് വിജയം നൽകുന്ന ദൈവം, സർവശക്തനായ ദൈവം നിൻ്റെ കൂടെയുണ്ട്. ആ ബോധ്യം തരികയാണ്. വീണ്ടും വചനം പറയാണ്, സങ്കീർത്തനം 23:3 മുതൽ, അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു, തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ് താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അവിടുന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടും. കണ്ടോ, ഭയമില്ലാത്തതിൻ്റെ കാരണം അവിടുന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ. അതാണ് എപ്പോഴും നീ ധ്യാനിക്കേണ്ടത്. കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. ഓരോ ദിവസം സഭയിലൂടെ നമുക്ക് പരിശുദ്ധ കുർബാന കിട്ടുമ്പോൾ, തിരുവോസ്തി ലഭിക്കുമ്പോൾ, ദിവ്യകാരുണ്യം കിട്ടുമ്പോൾ, നമ്മുടെ ഹൃദയത്തിലൂടെ ഈശോ വരുമ്പോൾ, എന്തിനാണ് ഇന്ന് ഈശോ വരുന്നത്? ഒരു കാര്യം ഉറപ്പ് തരാൻ വേണ്ടിയാണ്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നമുക്കറിയാം, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഈശോക്ക് ചെന്നിട്ട് അവസാനം ഈശോ അവർ വിളിക്കുന്നുണ്ട്, അതാ കൂടെ വസിച്ചാലും അവർ കൂടെ സന്ധ്യാസമയത്ത് ഈശോ അവരുടെ ഭവനത്തിൽ അവിടെ കയറുന്നു. അവിടെ ശേഷം അപ്പം എടുത്ത് വാഴ്ത്തി മുറിച്ച് കൊടുക്കുമ്പോൾ അവിടെ ഈശോ തിരിച്ചറിഞ്ഞു. അപ്പോൾ ആ കുർബാനയിൽ ഉദ്ധിതനായ ഈശോയെ കണ്ടു. അപ്പോൾ അതുകൊണ്ട് ഈ കുർബാനയിൽ പങ്കെടുക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയിലായ ഈശോ സാന്നിധ്യമുണ്ട്. ഈശോ നമ്മുടെ കൂടെയുണ്ട്, ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ഒരു ധൈര്യം ആരൊക്കെ ഉപേക്ഷിച്ചാലും, അപ്പനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ മക്കളോ നാട്ടുകാരോ പ്രിയപ്പെട്ടവരോ ബന്ധുക്കളൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും നിൻ്റെ കൂടെ നിന്നെ സൃഷ്ടിച്ച, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ വളർത്തുന്ന, നീ ആർക്ക് വേണ്ടിയാണ് കാത്തിരിക്കുക, ആ ദൈവം നിൻ്റെ കൂടെയുണ്ട്. ആ ഒരു ബോധ്യമാണ്. ഭയം എന്ന സംഭവം നമ്മൾ മാറിപ്പോകട്ടെ. സഭയ്ക്കെതിരെയൊക്കെ വരുമ്പോൾ സഭയ്ക്ക് വല്ല കുറവുകളും എല്ലാം കൂടെ തീരാൻ പോവുക, എല്ലാം തകരാൻ പോവുക, ചില ചിന്തകളൊക്കെ ആളുകൾ പറയുകയെ, ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഒന്നുമില്ല, ഈ ദൈവമാണ് നടത്തുന്നത്. ഈ ഭയമെല്ലാം നമ്മളെ നിയന്ത്രിക്കേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവാണ് നിയന്ത്രിക്കാൻ. അതുകൊണ്ട് ഭയം എന്നത് അത് നമ്മളുടെ ഒരു തിന്മയാണ്. ആ ഭയം ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ ഭയം. മനുഷ്യനെ ഒരുപാട് ആകുലതകളിലേക്കും ശാരീരിക രോഗങ്ങളിലേക്കും മാനസിക പീഡകളിലേക്കും പൈശാചിക പീഡയായിട്ട് പോലും അത് മാറ്റിക്കളയെന്ന് കാണാൻ പറ്റുമേ. അങ്ങനെയുള്ള ബന്ധനമായിട്ട് മാറ്റം കാണുന്നത്. ഞങ്ങളുടെ ചിലർക്ക് ബന്ധിക്കുമ്പോൾ ഭയത്തിൻ്റെ ആത്മാവാണ് നിൽക്കുക, ഭയങ്കര പൈശാചിക ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നത്, ഒരു ഈവിളായിട്ട് വരിക, ഒരു വയലൻസൊക്കെ കാണിക്കുകയും. കാരണം ഭയം അതിൻ്റെ ഉള്ളിൽ കയറി പിടിക്കുക. ആ പൈശാചിക ശക്തി അല്ലാതെ തന്നെ ഒരു പ്രത്യേക ഇമോഷണലായിട്ട് അങ്ങ് കയറി പിടിക്കുകയും ശരിക്കും പൈശാചിക ശക്തി തന്നെ അതിങ്ങനെ വർദ്ധിപ്പിച്ച് കൊടുക്കുന്നത് കാണാൻ പറ്റുമേ. ആ ഈവിൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഭയം എന്ന് മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ജീവിതം മുഴുവനും ഭയത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. തനിച്ച് നടക്കാൻ പറ്റത്തില്ല, ഇരുട്ട് കാണാൻ പറ്റത്തില്ല, പ്രകാശം കാണാൻ പറ്റത്തില്ല, തനിച്ചൊരു മുറിയിരിക്കാൻ പറ്റത്തില്ല. ഏറ്റവും സുരക്ഷിത സ്ഥലത്തിരിക്കുമ്പോഴും ഭയമാണ്, എപ്പോഴും ഭയമാണ്. പ്രേമബന്ധങ്ങളുടെ ഇടയിലൊക്കെ ഉണ്ട്, യുവാക്കളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഭയമാണ്. അവിടെ പ്രേമിക്കുന്നിടത്തും സ്ഫോടനം എല്ലാം അവനെ നഷ്ടപ്പെടും, അവളെ നഷ്ടപ്പെടും, എനിക്ക് കിട്ടാതിരിക്കോ, കല്യാണം കിട്ടാതിരിക്കോ, ഒരുപാട് ഭയങ്ങളാണ്. കാരണം ഇതാണ് പാപത്തിൻ്റെ ഏറ്റവും വലിയൊരു ഫലം. മനുഷ്യഹൃദയത്തിലേക്ക് വിതയ്ക്കപ്പെട്ട ഭയമാണ്. ആ ഭയം മനുഷ്യരെ ഇന്ന് കീഴടക്കി കഴിഞ്ഞു. അതുകൊണ്ട് അവൻ ചെറുതായി പോകുമോ എന്നുള്ള പേടി അവനെ ബാധിച്ചതുകൊണ്ട് അവനെ ഇന്ന് ഓടുകയാണ്. അവൻ്റെ വേർപ്പൊലിക്കുകയാണ്, മടുക്കുകയാണ്, അവൻ തളർന്നു പോവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ കൂടെയുണ്ട്. കാരണം പരിശുദ്ധാത്മാവിൻ്റെ പെന്തക്കോസ്ത് അനുഭവം നമുക്കുണ്ടാകുമ്പോൾ നമുക്കുണ്ടെന്ന് ഏറ്റവും വലിയ പ്രത്യേകത, ഈശോ കൂടെയുണ്ട്, കർത്താവ് കൂടെയുണ്ട്. ആ കർത്താവിനോട് ചേർന്ന് ജീവിച്ചാൽ മാത്രം മതി എന്നുള്ള ബോധ്യം വരികയാണ്. വീണ്ടും വചനം പറയുക, 4-23-4, സങ്കീർത്തനം 23-4, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. അവർ ഭയമില്ലാതെ കണ്ടോ, അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയാണ് ഈ ദാവീദ് ദീർഘദർശി. അതുകൊണ്ടാണ് ദൈവം കൂടെയുണ്ട്, അതുകൊണ്ടാണ് വിജയം. നമ്മുടെ ഈ ഭയം പോട്ടെ. ഭയമുള്ള വ്യക്തികളൊക്കെ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം വലിയ അപകടത്തിലേക്ക് കൊണ്ടുവന്ന് കാണാൻ പറ്റും. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഈ ഭയത്തിൻ്റെ ആത്മാവിനെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 11 മുതൽ വചനം.
തുടർന്ന് അത് ശരിക്കും 10 മുതലെ വചനമാണ്. ഭയത്തിൻ്റെ മേഖല വലിയൊരു വചനമാണ്. അതായത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 17:10 മുതലെ വചനം. അവർ ഭയം കൊണ്ട് വിറച്ച് നശിച്ചു. ആണ് ഭയം കൊണ്ട് വിറച്ച്. ഭയം കൊണ്ടാണ് ഒരുപാട് പേര് നശിക്കുന്നത്. ഒരിടത്തു നിന്നും ഒഴിവാക്കാൻ വയ്യാത്ത വായുവിൽ പോലും കണ്ണു തുറന്ന് നോക്കാൻ അവർക്ക് ധൈര്യമില്ല. തിന്മ ഭീരത്വം നിറഞ്ഞതാണ്. അത് തന്നെ ശിക്ഷിക്കുന്നു. മനസാക്ഷിയുടെ സമ്മർദ്ദത്തിൽ അത് പ്രതിബന്ധങ്ങളെ പർവ്വതീകരിക്കുന്നു. ആലോചനാശീലത്തു നിന്ന് വരുന്ന സഹായത്തെ ഭയം എപ്പോഴും തിരസ്കരിക്കുന്നു. കണ്ടോ, ആലോചനാശീലത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം വരുമ്പോൾ ഭയത്തെ കളയാണ്. അതായത് കൃപയുള്ളവന് ഈ ഭയമില്ലെന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ ഒഴുകാൻ വേണ്ടി തീവ്രമായിട്ട് ആഗ്രഹിക്കുക. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈശോ പറഞ്ഞിട്ടുണ്ട്, സമരിയായാലും യൂദയായാലും യെരുസലേമിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും നിങ്ങൾ വചനത്തിന് സാക്ഷികളായി മാറും. ഭയം പോട്ടെ. ഭയത്തിൻ്റെ ബന്ധനമായിട്ട് കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഒരിക്കലും സംശയിക്കേണ്ട. നമ്മെ തിരഞ്ഞെടുത്ത ദൈവം വിശ്വസ്തനാണ്. അവൻ വിശ്വസ്തനാണ്. അവൻ്റെ വാക്കുകൾ ഒരിക്കലും മാറ്റം വരില്ല. അവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടാകും. അതല്ലേ യോഹന്നാൻ 13:1-3 അവൻ അവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ശിഷ്യന്മാരെന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ കർത്താവ് അവരെ ആരും ഉപേക്ഷിക്കുന്നില്ല. യുദാസിനെ പോലും ഈശോ ഉപേക്ഷിക്കുന്നതായിട്ടല്ല ബൈബിൾ പറയുന്നത്. ഈശോ അവനെ പുറത്താക്കിയെന്ന് പറഞ്ഞാൽ ഈശോ അവനെ ആ മാരകഭാവത്തിൽ കഴിയുന്ന അവനെ പോലും ഈശോ കൂടെ കൊണ്ടുപോകുന്നു കാണാൻ പറ്റും. അതാണ് സ്നേഹിത എന്നൊരു വാക്ക് പറഞ്ഞ, സ്നേഹിത എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അവൻ്റെ നേരെ നോക്കി. അപ്പോൾ ദൈവം ആരും ഉപേക്ഷിക്കുന്നില്ല. നമ്മളെ പലപ്പോഴും ദൈവത്തെ ഉപേക്ഷിച്ചു പോകുന്നു. യുദാസ് കർത്താവിനെ ഉപേക്ഷിച്ച് പോയി. അതാണ് അപകടം. ഭയം കൊണ്ടാണ്. ഇതെല്ലാം ഭയമാണ്. ജീവിതത്തെ ബാധിക്കുന്ന ഭയം. അത് വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ബൈബിൾ എപ്പോഴും ഈശോ പറഞ്ഞ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും ഞാൻ നിന്നെ കൈപിടിച്ച് നടത്തുകയും ചെയ്യും, ഞാൻ നിൻ്റെ കർത്താവാണ്. ആ ഒരു വിശ്വാസം നമുക്ക് സൂക്ഷിക്കാൻ. പ്രിയപ്പെട്ടവരെ, എല്ലാ സഹനങ്ങളും നടുവിലും നമുക്കത് ഏറ്റുപറയാം. കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഞാൻ ആരെ പേടിക്കണം? ഞാൻ എന്തിനു പേടിക്കണം? ഈ പ്രശ്നങ്ങളൊക്കെ എൻ്റെ ദൈവം തരണം. എന്നെ ദൈവം വിജയിപ്പിക്കും. എന്നെ ദൈവം വിജയിപ്പിക്കും. ഞാൻ തോറ്റുപോകാൻ ദൈവം ഒരിക്കലും സമ്മതിക്കില്ല എന്ന് നീ സ്വയം നിൻ്റെ ആത്മാവിനോട് പറയുക. ദൈവത്തെ മഹത്വപ്പെടുത്തുക. കർത്താവിൻ്റെ വഴിയിലൂടെ യാത്രികയും ചെയ്യുക. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.